എല്ലാവർക്കും മാത്സ് സർവൈവിലേക്ക് സ്വാഗതം. ഇന്നലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് നമ്മൾ ചെയ്ത 2-3 പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ചെയ്ത് പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റ് 2 പ്രോബ്ലംസ് കൂടി ചെയ്യാം. അതിലൊന്ന് ഇതാണ് s+1/s²+1. അതുപോലെ അടുത്തത് a1/s + a2/s² + a3/s³. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് വരാം. s+1/s²+1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ സിമ്പിൾ L ഇൻവേഴ്സ് ആണ്. സോ സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ആദ്യം എഴുതാം L ഇൻവേഴ്സ് ഓഫ് s+1/s²+1. ഇനി നമുക്ക് ഈ s²+1 എന്നുള്ള ന്യൂമറേറ്ററിൽ ഈ 2 ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. s/s²+1 എന്നും 1/s²+1 എന്നും എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് s/s²+1 പ്ലസ് 1/s²+1. നമുക്ക് L ഇൻവേഴ്സ് ഈ 2 ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് s/s²+1 പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/s²+1. അപ്പം ഇത് ആക്ച്വലി s/s²+1² എന്ന് നമുക്ക് എഴുതാം അല്ലേ? കാരണം 1ഉം 1² ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? s/s²+a² എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ s/s²+a² ഏത് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു? കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു അല്ലേ? കോസ് ATയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു. എന്നാൽ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ് വന്നിരിക്കുന്നത്. s²+a² ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോസ് ATക്ക് പകരം എന്ത് വരും? ഇത് കോസ് എയുടെ സ്ഥാനത്ത് വരും 1t, ദാറ്റ് ഈസ് കോസ് ടി. പ്ലസ് അടുത്ത് നോക്കിയാൽ L ഇൻവേഴ്സ് ഓഫ് 1/s²+1. ഈ 1നെ എനിക്ക് 1² എന്ന് എഴുതാം. അപ്പോൾ ഇത് a/s²+1 എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത്. ഇപ്പോൾ a/s²+1 ഏത് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു? സൈൻ ടിയുടെ അല്ലേ? സൈൻ ATയുടെ. അപ്പോൾ ഇവിടെ എക്ക് പകരം 1 ആയതുകൊണ്ട് സൈൻ AT ബിക്കംസ് സൈൻ ടി. സോ ആൻസർ ഈസ് സൈൻ ടി. ഇത്രയേ ഉള്ളൂ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ആദ്യം നമ്മൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. s/s²+1 എന്നും 1/s²+1 എന്നും ആക്കി. പ്ലസ് വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടിനും L ഇൻവേഴ്സും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി s/s²+1² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കോസ് ടി ആണ്. അതുപോലെ 1/s²+1² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ ടി ആണ്. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. a1/s + a2/s² + a3/s³. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തു. L ഇൻവേഴ്സ് ഓഫ് a1/s + a2/s² + a3/s³. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? L ഇൻവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിന് 3നും കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് a1/s പ്ലസ് L ഇൻവേഴ്സ് ഓഫ് a2/s² പ്ലസ് L ഇൻവേഴ്സ് ഓഫ് a3/s³. നമുക്ക് a1/s എന്ന് പറയുന്ന ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്നിലും പഠിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല അല്ലേ? a/s അല്ലെങ്കിൽ a/s², a/s³, ഇതൊന്നും നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കണില്ല. അപ്പോൾ അതുകൊണ്ട് 1/s, 1/s², 1/s³ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ a1, a2, a3 ഒക്കെ കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ അവയെ എനിക്ക് പുറത്തെടുക്കാം. സോ പുറത്തെടുക്കുമ്പോൾ ഫസ്റ്റ് വൺ എങ്ങനെ വരും? ഫസ്റ്റ് ടൈം a1 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് വരും. പ്ലസ് ഇവിടെ a2 പുറത്തെടുക്കുമ്പോൾ a2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s² എന്ന് വരും. പ്ലസ് a3 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s³ എന്ന് വരും. ഇനി 1/sൻ്റെയും 1/s²ൻ്റെയും 1/s³ ഒക്കെ ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ?
അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഈ 1/s 1/s² 1/s³ എന്നൊക്കെ കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഏതോ ഒരു ഫംഗ്ഷനുമായിട്ട് കണക്ഷനുള്ള ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ അതിന് നിങ്ങൾ ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും T⁻n കണക്ഷൻ ഉള്ളതാണ് ഈ 1/sഉം 1/s² s³ എല്ലാം. കാരണം ഡിനോമിനേറ്ററിൽ s, s² s³ ഒക്കെ വരുന്നത് T⁻n n ഡിഫറെൻറ്റ് പവേഴ്സ് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ T⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം L of T⁻n = n factorial by s⁻n+1. ഞാൻ ഈ n പകരം 0 ഒന്ന് കൊടുത്ത് നോക്കുവാണ്. സോ L of T⁻0 = എന്ത് വരും? 0 factorial by s⁻0+1. സോ ഇനി T⁻0 എന്താ? എനി നമ്പർ റേസ് ടു 0 എന്ന് വന്നാൽ 1 ആണ്. അപ്പോൾ L of 1 = 0 factorial എന്താ? 0 factorialഉം 1 factorialഉം =1 ആണ്. 0 factorial 1 ആണ്. അതുപോലെ s⁻0+1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് s⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 1/s. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടിയിരുന്നത് 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. 1/sൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് വരുന്നത് ഏതിൻ്റെയാണ്? 1-ൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? L ഇൻവേഴ്സ് ഓഫ് 1/s എന്തായിരിക്കും? ഇതിനുള്ളിൽ കിടക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി. അവിടെ നമുക്ക് എഴുതാം. ഓക്കെ, A1 × L ഇൻവേഴ്സ് ഓഫ് 1/s ദാറ്റ് ഈസ് 1. A1 × 1 പ്ലസ് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് L ഇൻവേഴ്സ് ഓഫ് 1/s². അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഇവിടെ T⁻n ഏത് പവർ എടുത്താൽ s² ആ ടേമിലുള്ളത് കിട്ടുമെന്ന്? നമുക്ക് T2 ഒന്ന് എടുത്ത് നോക്കാം. T⁻1 ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ 0 അല്ലേ എടുത്തത്, അപ്പോൾ T⁻1 ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ L of T⁻n n factorial by s⁻n+1 ആണ്. അപ്പോൾ L of T⁻1 എന്ത് വരും? 1 factorial divided by s⁻1+1. 1 factorial എന്താണ്? 1 തന്നെയാണ്. s⁻1+1 s² എന്ന് വന്നു. അപ്പോൾ 1/s² വന്നു. അപ്പോൾ അതിനർത്ഥം L of T⁻1 എന്ന് പറഞ്ഞാൽ എന്നാ? L of t. സോ L ഇൻവേഴ്സ് ഓഫ് 1/s² എന്താണെന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്നത് which is equal to t എന്ന് കിട്ടും. T⁻1 that is t itself. അപ്പോൾ നമുക്ക് മേളിൽ കൊണ്ടുപോയിട്ട് ഈ 1/s² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇവിടെ L ഇൻവേഴ്സ് ഓഫ് 1/s² ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ അത് കിട്ടി, t ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. A2 × t പ്ലസ് അടുത്തത് A3 × ഇനി നമുക്ക് വേണ്ടത് L ഇൻവേഴ്സ് ഓഫ് s³ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഒരു മെത്തേഡിൽ എന്ത് കൊടുക്കാം? ടിക്ക് പവറായിട്ട് 2 കൊടുത്ത് നോക്കാം. 1/s³ കിട്ടുമോ എന്ന്. അപ്പം ഒന്ന് കൊടുക്കുവാണ്. L of t² which is equal to എന്താ വരും? n ഫാക്ടോറിയലിൻ്റെ സ്ഥാനത്ത് 2 ഫാക്ടോറിയൽ ബൈ s⁻2+1 എന്ന് വരും. ആൻഡ് 2 ഫാക്ടോറിയൽ എത്രയാണ്? 1 × 2 2. s⁻2+1 എന്ന് പറഞ്ഞാൽ s³. അപ്പോൾ നമുക്ക് വേണ്ടത് 1/s³ ആയിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയത് 2/s³ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. L ഇൻവേഴ്സ് ഓഫ് 2/s³ ഈക്വൽ ടു എന്ത് വരും? t² എന്ന് വരും. അപ്പോൾ ഈ 2നെ നമുക്ക് ഇവിടുന്ന് പുറത്തെടുക്കാം അല്ലേ? കാരണം 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2നെ പുറത്തെടുക്കാം. സോ 2 × L ഇൻവേഴ്സ് ഓഫ് 1/s³ ഈക്വൽ ടു t². അപ്പോൾ ഈ 2 ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്താകും? 2നെ ഇൻറ്റു ചെയ്തിരിക്കുവാണ് L ഇൻവേഴ്സ് ഓഫ് 1/s³ വെച്ചിട്ട്. സോ ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും, 1/2 എന്നാകും. അപ്പോൾ t²/2 എന്ന് കിട്ടും. സോ L ഇൻവേഴ്സ് ഓഫ് 1/s³ ഈക്വൽ ടു t²/2. അപ്പോൾ
1/s³ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടി t²/2 ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ മേളിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. L inverse of 1/s³. അപ്പോൾ നമുക്ക് കിട്ടി ഇറ്റ് ഈസ് t²/2. നമ്മൾ കണ്ടുപിടിച്ചു L inverse of a1/s + a2/s² + a3/s³. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ആദ്യം L ഇൻവേഴ്സ് 3 ടേമിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം a1ഉം a2ഉം a3ഉം 3 ടേമിൽ നിന്നും പുറത്തെടുത്തു. ഇനി 1/sൻ്റെയും 1/s²ൻ്റെയും 1/s³ൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കതിന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുല ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് എന്തുണ്ടായിരുന്നു, t⁻n ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമായിരുന്നു. അപ്പം ആ n സ്ഥാനത്ത് 0ഉം 1ഉം 2ഉം കൊടുത്തപ്പം നമുക്ക് ആവശ്യമുള്ള ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.